മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീണ്ടും വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞു എന്നാണ് CPIM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് എതിരെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എല്ലാവരും കരുതിയതാണ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA-യുമായി അറസ്റ്റിലായി. ഇതേക്കുറിച്ച് സ്വാഭാവികമായും ചോദ്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ നടന്ന വിഷയവും കൂടിയാണ്. അതേക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമുണ്ട്. ചോദ്യത്തിന് മറുപടിയായി നമുക്കത് ആദ്യം കേൾക്കാം. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അത് സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 or 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും. തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇതിൽ മുഹമ്മദ് ഹുസൈനെയും അബ്ദുൽ സലാമിനെയും എനിക്കറിയാം. അവർ രണ്ടുപേരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. ഇതിൽ മുഹമ്മദ് ഹുസൈനെ ഞാൻ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തെ ഞാൻ ആദ്യമായി വിളിക്കുന്നത് നവകേരള യാത്ര നടക്കുന്ന സമയത്താണ്. നവകേരള യാത്രയ്ക്ക് എതിരെ പ്രതിഷേധിച്ചതിന് പോലീസ് മർദ്ദനമേറ്റ ഘട്ടത്തിൽ ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ്. അതിനു മുമ്പ് തന്നെ മുഹമ്മദ് ഹുസൈനെ അറിയാമായിരുന്നു വി.ഡി. സതീശന്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാ മുഹമ്മദ് ഹുസൈനുമായി വി.ഡി. സതീശൻ നിൽക്കുന്ന ചിത്രങ്ങൾ, നവകേരള യാത്രയ്ക്ക് മുമ്പേ ഉള്ള ചിത്രങ്ങളും തീയതിയടക്കം പുറത്തു വന്നിരിക്കുന്നു. നവകേരള യാത്ര നടക്കുന്നത് 2023 നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ചിത്രത്തിൽ 2021-ലും 2023-ലും 2023 മാർച്ച് മാസത്തിലും, എന്ന് വെച്ചാൽ നവകേരള യാത്ര നടക്കുന്നതിന് മുമ്പേ വി.ഡി. സതീശനും മുഹമ്മദ് ഹുസൈനും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ മുഹമ്മദ് ഹുസൈൻ തന്നെ ഹുസൈൻ മുസാഫിർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പറയുന്നത് പച്ചക്കള്ളമാണ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന PM മനോജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ആദ്യം അദ്ദേഹം ട്രംപിനെ കുറിച്ചാണ് പറയുന്നത്. അവസാനം അദ്ദേഹം പറയുന്നു, ഏറ്റവും കൂടുതൽ നുണ പറയുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യം ഏത് സെർച്ച് എഞ്ചിനോട് ചോദിച്ചാലും ഇപ്പോൾ കിട്ടുന്ന ഉത്തരം ഡൊണാൾഡ് ട്രംപ് എന്ന് തന്നെയാണ്. നുണയുടെ ശക്തി അത് ആവർത്തിച്ച് വിശ്വസിപ്പിക്കാനുള്ള രാഷ്ട്രീയ ശേഷിയിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത്, MDMA വ്യാപാര കേസിൽ പിടിക്കപ്പെട്ട ചങ്ങാതിയെ താൻ പരിചയപ്പെട്ടത് നവകേരള സദസ്സ് സമയത്താണ് എന്നത്രേ. നവകേരള സദസ്സ് 2023 അവസാനത്തിൽ ആയിരുന്നു. സതീശനും തൂഫാൻ പ്രതിയും നിൽക്കുന്ന 2 ചിത്രങ്ങൾ ഇവിടെയുണ്ട്. 2021-ഉം 22-ഉം 23-ന് മുമ്പാണ്. അതാണ് തെളിവ്. കേരളത്തിലും ചോദിക്കേണ്ടത് ആരാണ് പറഞ്ഞത് എന്നല്ല, പറഞ്ഞതിന് തെളിവെന്താണ് എന്നതാണ്. ഇതാ ആ തെളിവ്. എന്നാലും ഒരു ആശ്വാസമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മത്സരം സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ആണല്ലോ.
ത്രിതംഗ പുളകിതരാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റിൻ്റെ കൂടെ 2 ചിത്രങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അതിലൊന്ന് ഹുസൈൻ മുസാഫിർ മാർച്ച് 15, 2023 പോസ്റ്റാണ്. മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ പാൽപുഞ്ചിരിയോടെ പ്രതിപക്ഷ നേതാവ് ഇനിയും ചിരിക്കും എന്ന അടിക്കുറിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഫോട്ടോയോടൊപ്പം. 2023 മാർച്ച് 15 എന്ന് വെച്ചാൽ നവകേരള സദസ്സിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് 2022 ഡിസംബർ 25-നാണ്. 2022 ഡിസംബർ 25-ന്. അപ്പോൾ നവകേരള സദസ്സ് നടക്കുന്നതിന് മുമ്പ് തന്നെ പരിചയമുണ്ട് മുഹമ്മദ് ഹുസൈനും വി.ഡി. സതീശനും, മുഖ്യമന്ത്രി വി.ഡി. സതീശനും തമ്മിൽ എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു പോസ്റ്റ് സജിത്ത് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതേ ചിത്രം വെച്ചിട്ടാണ് പോസ്റ്റുകൾ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ രഘു മാട്ടുമ്മലും അതോടൊപ്പം തന്നെ സജിത് സുബ്രഹ്മണ്യൻ അടക്കമുള്ളവർ പോസ്റ്റുമായി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ട്. വി.ഡി. സതീശനും മുഹമ്മദ് ഹുസൈൻ എന്ന MDMA കേസിലെ പ്രതിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്, ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് നവകേരള സദസ്സ് നടക്കുന്ന ഘട്ടത്തിലാണ് പരിചയപ്പെട്ടത് എന്നാണ്. ആദ്യം മുഹമ്മദ് ഹുസൈനെ വിളിക്കുന്നത് അന്നാണ് എന്നാണ്. അതിനുശേഷം നിരവധി തവണ കണ്ടിട്ടുണ്ട്. അടികൊണ്ട, പോലീസിൽ നിന്ന് മർദ്ദനമേറ്റ ചെറുപ്പക്കാരെ, കുട്ടികളെ കൂടെ നിർത്തുക, അവർ ചേർത്ത് പിടിക്കുക എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ രീതിയാണ്. അതാണ് ഞാൻ ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നതാണ് ഇപ്പോൾ ഈ ഫോട്ടോയിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് തെറ്റുണ്ടെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഫോട്ടോ തെറ്റാണെങ്കിൽ അതേക്കുറിച്ച് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ്. അദ്ദേഹം അത് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.